ഹരി ഓം. ഏവർക്കും വർണ്ണാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ. പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വർഷത്തില് നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണമെന്ന് നമുക്ക് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. അപ്പൊ എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്? അപ്പം 1201 ചിങ്ങം 1 മുതൽ 1201 കർക്കിടകം 31 വരെയുള്ള ഫലമാണ് കേട്ടോ. അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ 2025 ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 16 വരെയുള്ള ഫലമാണ് കേട്ടോ. ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങൾ അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയെങ്കിലും പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചിങ്ങരാശി മകം പൂരം ഉത്രം കാലടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയല്ലേ. ചിങ്ങരാശിക്കാർക്ക് ഈ 1201 ആണ്ട് സംബന്ധിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഈ ആയിരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 11, 12 ഭാവത്തിലൂടെയും ശനി 8 ഭാവത്തിലൂടെയും രാഹു 7-ലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു സഞ്ചാര ഭാവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ചിങ്ങരാശിക്കാർക്ക് ഈ ഒരു ടൈം തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ തൊഴിലായാലും ജോലി ചെയ്യാൻ സ്ഥലത്താക്കിയാലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത്. ബിസിനസ് സ്ഥലങ്ങളിലും ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ ചില ധനനഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും സാമ്പത്തികമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ്. യാത്രകളൊക്കെ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ ആയിട്ട് കൂടുന്ന ടൈം തന്നെയായിരിക്കും എന്ന് പറയുന്നത്. ചിലവ് കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടി ആയിരിക്കും കേട്ടോ ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബ സംബന്ധമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ പ്രണയ ജീവിതത്തിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ശ്രദ്ധയും പരസ്പര ബഹുമാനമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്ന സമയം തന്നെയാണ്. കുടുംബ ബന്ധങ്ങളിലും ചില പ്രശ്നങ്ങളും ഐക്യക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ പൈതൃക സ്വത്തൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത്. കുടുംബത്തിലെ ചിലവുകൾ വർദ്ധിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള എല്ലാവരും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നിയന്ത്രിച്ച് ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ഒരു അലസതാ മനോഭാവം, ഒരു ഫോക്കസ് ഇല്ലായ്മ, ഒരു താല്പര്യക്കുറവൊക്കെ തോന്നുന്ന ടൈമായിരിക്കും എന്ന് പറയുന്നത്. സ്ഥിരമായിട്ടുള്ള പരിശ്രമവും അതുപോലെ നിരന്തരമായ കഠിനാധ്വാനവും നമുക്ക് ഫലപ്രാപ്തി കൈവരിക്കാൻ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ടൈം ഒന്ന് ശ്രദ്ധിക്കേണ്ട ടൈമാണ്. ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ടൈം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം അഗ്നിഭയം, വിഷഭയം, അതുപോലെ തന്നെ വാഹന അപകട സാധ്യത, രോഗപീഠ, മാനസിക സമ്മർദ്ദം, ഇപ്പോൾ ഒരു ദുഃഖഭാവമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ടൈമാണ് ഇതെന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചില രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴും ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുക്കള പറയുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രാത്രി സഞ്ചാരങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വെളിച്ചമുള്ളിടത്തുള്ളിൽ സഞ്ചരിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 55-60 വയസ്സ് മുകളിലേക്കുള്ള സീനിയേഴ്സ് കാറ്റഗറി നോക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ തന്നെ മുൻഗണന നൽകുക നിങ്ങൾ. അതുപോലെ മാനസികമായ സമ്മർദ്ദമൊക്കെ കൂടുന്ന ടൈമായിരിക്കും എന്ന് പറയുന്നത്. കുടുംബത്തിലെ അംഗങ്ങളുമായിട്ട് മാക്സിമം സഹകരിച്ച് പോകാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ. പൊതുവെ ചിങ്ങരാശി എടുത്തു നോക്കിയാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമാണ് ഈ 1201 ആണ്ടെന്ന് പറയുക കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലെ. അപ്പൊ ഫലങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യാം. ദോഷഫലങ്ങളുള്ളവർ അതനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ആ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ആ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നില്ല. അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നുന്നത് എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കഴിപ്പിക്കുക കേട്ടോ. അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ്. ഇതെന്ന് പറയുന്ന ഒരു ഗോചര ഫലം മാത്രമാണ് അല്ലെ. അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും, ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ്, നമ്മളെടുക്കുന്ന അവസ്ഥ, അതൊക്കെയാണ് സൂചിപ്പിക്കുക. അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ലഗ്നം വെച്ചും കൂടി ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്, ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ, പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെ ഒരു കൂട്ടായ്മ പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ
അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യുമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരാം. നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനില്ല, യൂട്യൂബിൽ അങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പെൻഡുലം ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് 3 മാസത്തെ കോഴ്സാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് ക്ലബ് എന്ന കൂട്ടത്തിൽ തന്നെ, ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി. അതിൽ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് വരും, അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും. അപ്പോൾ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വിവരങ്ങൾ അറിയാം. അപ്പം 2 ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവേഴ്സ് ക്ലബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം കേട്ടോ. ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം, നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ, നമ്മൾ എത്രമാത്രം ഇതിലെത്തി, നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്കറിയാൻ പറ്റും ഓരോരുത്തർക്കും. ഓക്കെ, അപ്പം അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ്. അപ്പം അത് പുറത്ത് പറയാൻ മടിയുള്ളവർ നിങ്ങളൊരു ഡയറിയിലായാലും അത് കുറിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എഴുതിയ ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക കേട്ടോ.